ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വീട്ടിൽ കുറച്ച് വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് വാർഡ്രോബും അതുപോലെ ഒരു ലോഫ്റ്റ് കബോർഡ് ഉണ്ട്. വാർഡ്രോബ് മൊത്തം നമ്മൾ ഓപ്പൺ സ്പേസിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ഏകദേശം വർക്കൊക്കെ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റിലോട്ട് വന്നിട്ടുള്ളത്. ഈ സൈറ്റിൽ സെറ്റ് ചെയ്യണ വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വാർഡ്രോബ് നമ്മളിവിടെ ഫുള്ളായിട്ട് ഓപ്പണായിട്ട് വരുന്ന ഭാഗത്താണ് ചെയ്യണത്. അപ്പോൾ അത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ താഴത്തെ നിലയിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇനി ടോപ്പിൽ നമ്മൾ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ അത് ഇതേ മോഡൽ ഫെറോ സ്ലാബിൽ ആദ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈർപ്പത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ലാബെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വാർഡ്രോബ് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കി ഭാഗങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലുള്ള 2 വാർഡ്രോബ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിലാണ് ബോക്സ് എല്ലാം അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡബിൾ കളറായിട്ടാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ വൈറ്റിൽ ആണ് PVC ലാമിനേറ്റ് ഷീറ്റൊക്കെ തട്ടെല്ലാം അടിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഔട്ടർ ഫ്രെയിമായിട്ട് നമ്മൾ വുഡൻ ഡിസൈനും കൂടി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മോഡലായിട്ട് ചെയ്തൊരു വർക്കും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ തട്ട് ഫുള്ളായിട്ട് PVC ലാമിനേറ്റ് ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മലബാറിൻ്റെ ഒരു വുഡൻ ഡിസൈനാണ് നമ്മൾ ഈ വാർഡ്രോബിൻ്റെ ഓവർലോപ്പായിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർഡ്രോബാണ് നമുക്ക് നെക്സ്റ്റ് റൂമിൽ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇതേ മോഡൽ തന്നെയാണ് ഡിസൈന്. അപ്പോൾ ഈ താഴത്ത് നമ്മൾ ചെയ്തതും ടോപ്പിൽ ഈ ഒരു റൂമിലും സെയിം ഡിസൈനാണ് വരുന്നത്. അപ്പോൾ സൈഡിലേക്ക് മിറർ, അതുപോലെ അതിൻ്റെ താഴെയായിട്ട് ഒരു ഡ്രോവർ, മിററിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ ഷെൽഫ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ ആയിട്ടൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 3 ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് അകത്ത് ഒരു ഡ്രോവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാരിയെല്ലാം തൂക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹാങ്ങർ നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിന് ബാക്കിലായിട്ട് ചെറിയൊരു ഷെൽഫ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിററിൻ്റെ താഴെ ഉള്ള ഡ്രോവർ വന്നിട്ട് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വർക്കിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഔട്ടർ ഫ്രെയിം ബോർഡർ കൊടുത്തിരിക്കുന്നത് ഫുള്ളായിട്ട് വുഡൻ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത് അലൂമിനിയത്തിൽ തന്നെ വരുന്ന 3:1 സെക്ഷൻ വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് 1.25 സ്ക്വയർ വെച്ചിട്ടാണ്. പിന്നെ ഡ്രോവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 4.5 സെക്ഷൻ വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ തട്ടടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത് 1 ഇഞ്ച് ലിപ്പ് സ്ക്വയർ ആണ്. പിന്നെ മിററിൻ്റെ ബാക്കിൽ വരുന്ന ഷെൽഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് 4:1 സെക്ഷനാണ്. പിന്നെ ഡോറിന് നമ്മൾ കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് J സ്ക്വയറിലാണ്. അതേപോലെ മിററിൻ്റെ ടോപ്പിലായിട്ട് ഓരോ ലൈറ്റ് നമ്മൾ ചെയ്ത 2 വാർഡ്രോബിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഡോറിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഹിഞ്ചസും നമ്മൾ ഷോർട്ട് ആമിൻ്റെ സ്ലീക്ക് കമ്പനിയുടെ ഹിഞ്ചസാണ് കൊടുത്തിട്ടുള്ളത്. ഈ കബോർഡിൻ്റെ ഡോറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് PVC ലാമിനേറ്റ് ഷീറ്റ് വൈറ്റ് കളറാണ്. അപ്പോൾ ഇതേ സെയിം ഷീറ്റ് വെച്ചിട്ടാണ് ഈ വാർഡ്രോബ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തട്ടടിച്ചിട്ടുള്ളതും അതുപോലെ
വാർഡ്രോബിൻ്റെ ബാക്ക് സൈഡ് എല്ലാം അടിച്ചിരിക്കുന്നത് സെയിം ഷീറ്റ് വെച്ചിട്ടാണ്. ഇനി നമ്മൾ താഴത്ത് നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബും കൂടിയാണ് ഇപ്പോൾ ഫിനിഷിംഗ് ആയി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സെയിം ഡിസൈൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വർക്കിൽ നമ്മളിവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് വന്നിട്ട് ഒരു ലോഫ്റ്റ് കബോർഡും കൂടി ഉണ്ട്. അപ്പോൾ ആ വർക്കും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റോ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീട്ടിൽ ഒരു ലോഫ്റ്റ് കബോർഡ് വരുന്നുണ്ട്. അപ്പോൾ ആ കബോർഡ് 3 ഓപ്പൺ ഏരിയ ആയിട്ടാണ് ഈ വീട്ടിൽ പഴയൊരു മോഡലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പുതിയ മോഡലായിട്ട് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കബോർഡായിട്ട് തോന്നുന്ന ലുക്കിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഔട്ടർ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് 2:1 സെക്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഡോറിൽ ഹാൻഡിൽ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഡോറിൽ ഷീറ്റ് വരുന്നത് PVC ലാമിനേറ്റ് ഷീറ്റ് തന്നെയാണ്, വൈറ്റ് കളർ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.